പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ വീട്ടിലുള്ള ഇരുമ്പിപ്പുളീൻ്റെ മരമാണേ. ഇവിടെ ഇരുമ്പിപ്പുളി എന്നാ പറയുക. ഇരുമ്പിപ്പുളീൻ്റെ മരത്തിൻ്റെ മുകളിൽ തന്നെ കുരുമുളകിൻ്റെ വള്ളി പടർത്തിയതിനെ കൊണ്ട് അങ്ങോട്ട് ശരിക്കും കാണുന്നില്ല. കുരുമുളകും ഉണ്ട്, ഇരുമ്പിപ്പുളിയുണ്ട്. ഇപ്പോൾ ഇരുമ്പിപ്പുളി പറിച്ചിട്ട് നമുക്കൊന്ന് മത്തിക്കറി വയ്ക്കാം. അധികം വലിപ്പമൊന്നുമില്ലാത്ത ചെറിയ മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇരുമ്പിപ്പുളി പറിക്കട്ടെ. ഇരുമ്പിപ്പുളി കുരുമുളകിൻ്റെ വള്ളി ആയതുകൊണ്ട് അധികം ഒന്നും ഉണ്ടായിട്ടില്ല. മുന്നേ ധാരാളം ഉണ്ടാവുമായിരുന്നു. ഇപ്പം കണ്ടോ, ഇരുമ്പിപ്പുളി കുരുമുളകിൻ്റെ വള്ളി ഇല്ലാത്ത സ്ഥലത്തൊക്കെ നല്ലോണം കൊലയായിട്ടുണ്ടായിട്ടുണ്ട്. കണ്ടോ, ആ മുകളിലേക്ക് കണ്ടോ, ധാരാളം ഉണ്ട്. അപ്പം നമുക്ക് ഇരുമ്പിപ്പുളി പറിച്ചിട്ട് കറി വയ്ക്കാം. എൻ്റെ വീട്ടിലുള്ള ആ ചെറിയ പ്ലാവില്ലേ, കഴിഞ്ഞ കൊല്ലം അതിൽ 3 ചക്ക ഉണ്ടായിരുന്നു. ഇക്കൊല്ലവും 3 ചക്ക. കുഞ്ഞു പ്ലാവ് ഇതാ 2 ഇതാ, ഇതൊന്ന് താഴത്ത്, അങ്ങനെ 3 ചക്ക. കഴിഞ്ഞ കൊല്ലം 3, ഇക്കൊല്ലം 3. ഇരുമ്പിപ്പുളി മീൻകറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിപ്പുളി മുറിച്ചതാണ്. ഇരുമ്പിപ്പുളി മുറിച്ചത് ഇടുക. പച്ചമുളക് മുറിച്ചതുണ്ട്. ഒരു തക്കാളിയാണ്, ചെറിയൊരു തക്കാളിയും കൂടെ മുറിച്ചിട്ട്. തക്കാളി ചേർക്കുന്നത് ഗ്രേവിക്ക് കുറച്ച് കട്ടി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മുളക് പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളം ഒഴിക്കാം. അതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കറിവേപ്പിലയും കൂടെ ഇടാം. അടച്ചു വെച്ചു. കിടന്ന് വേവട്ടെ. ഇതിലേക്ക് 1 സ്പൂണ് നമ്മളെ വാളൻ പുളിയില്ലേ, അത് ചേർക്കുകയാണ്. മീൻ ചേർക്കുക. കണ്ടോ, മീനധികം വലിപ്പമൊന്നുമില്ല. മത്തി ചെറിയ മത്തിയാണ്. അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ചേർക്കുക. മീൻ വെന്തിട്ടുണ്ട്.
ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുക. അപ്പം നമ്മുടെ ഇരുമ്പിപ്പുളി ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.